ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ടോപ്പിക്കും ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി അടുത്തതാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. നോക്കിക്കേ, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ദ ബിഹേവിയർ ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് വെൻ ദ ഇൻപുട്ട് വേരീസ് വിത്ത് ടൈം. എന്താണ് ഇൻപുട്ട് സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സിനാണ് എന്തെന്ന് പറയുന്നത് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്കിൽ എന്തായിരുന്നു, ഇൻപുട്ട് സ്റ്റഡി ആയിരിക്കും അല്ലേ, കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് ആയിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡൈനാമിക് ആയിട്ട് വരുന്നത്. നോക്കിക്കേ, ദേ ആർ ഇമ്പോർട്ടൻറ്റ് വെൻ മെഷറിംഗ് റാപ്പിഡ്ലി ചേഞ്ചിങ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? നമ്മുടെ ക്വാണ്ടിറ്റീസ് എന്താണ് റാപ്പിഡായിട്ട് മാറി ഉള്ള ക്വാണ്ടിറ്റീസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് സ്പീഡ് ഓഫ് റെസ്പോൺസ്. നോക്കിക്കേ, എന്താണ് സ്പീഡ് ഓഫ് റെസ്പോൺസ്? ഹൗ ക്വിക്ക്ലി ദ ഇൻസ്ട്രുമെൻറ്റ് റെസ്പോൺസ് ടു എ ചേഞ്ച് ഇൻ ഇൻപുട്ട്. അതായത് ഇപ്പോൾ ഒരു ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ആ ഇൻപുട്ട് മാറുന്നുണ്ടെങ്കിൽ ആ മാറുന്ന ഇൻപുട്ടിനോട് എത്ര പെട്ടെന്ന് ആ ഇൻസ്ട്രുമെൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എത്ര പെട്ടെന്ന് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നു ആ ചേഞ്ച്, അതാണ് സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഫാസ്റ്റർ റെസ്പോൺസ് ബെറ്റർ ഫോർ ഡൈനാമിക് മെഷർമെൻറ്റ്സ്. എന്താണ് റെസ്പോൺസ് എത്രത്തോളം ഫാസ്റ്റർ ആവുന്നോ അത്രത്തോളം എന്താണ് ബെറ്റർ ആണ് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലാഗ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലാഗ് എന്ന് പറയുന്നത്. ലാഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ ലാഗ് ആവുന്നു എന്ന് പറയുന്നത് എന്താണ്, ഡിലേ ആവുന്നു അല്ലെങ്കിൽ എന്താണ് ഒരു എഴച്ചിൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതാണ് ലാഗ്. നോക്കിക്കേ, ഡിലേ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഇൻപുട്ട് ആൻഡ് കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. എന്താണ് ഇൻപുട്ട് ചേഞ്ച് ആവുന്ന ഉടനെ തന്നെ എന്ത് സംഭവിക്കുന്നില്ല, ഔട്ട്പുട്ട് നമുക്ക് ചേഞ്ചായി കിട്ടുന്നില്ല. അങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത് ലാഗ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് സ്ലോ ആയിട്ടാണ് റെസ്പോൺസ് വരുന്നത്, അതാണ് ലാഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കോസസ് എന്താണെന്ന് നോക്കാം. ഈ ലാഗ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്? മെക്കാനിക്കൽ ഇനേർഷ്യ, ഇലക്ട്രിക്കൽ ഇൻഡക്റ്റൻസ് ഓർ കപ്പാസിറ്റൻസ്. ഇതൊക്കെ എന്തിന് കാരണമാകുന്നു? ലാഗിന് കാരണമാകുന്നു. അടുത്ത ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഫിഡലിറ്റി ആണ്. എന്താണ് ഫിഡലിറ്റി എന്ന് നോക്കാം. എബിലിറ്റി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഫെയ്ത്ത്ഫുള്ളി ഫോളോ ഇൻപുട്ട് വേരിയേഷൻസ് വിത്തൗട്ട് ഡിസ്റ്റോർഷൻ. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ വേരിയേഷൻസ് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ആ വേരിയേഷൻസോട് കൂടി ഔട്ട്പുട്ടിൽ കറക്റ്റ് അതുപോലെ തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഫിഡലിറ്റി ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഇല്ലെങ്കിൽ അവിടെ ഫിഡലിറ്റി ഇല്ല. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരാൾ കൈ കൊട്ടുന്നു, നമ്മൾ അതുപോലെ കോപ്പി ചെയ്യണം. അപ്പോൾ ആദ്യമേ അയാൾ നല്ല ഫാസ്റ്റായിട്ട് കൊട്ടുന്നു, പിന്നെ സ്ലോ, പിന്നെ ഫാസ്റ്റ്, അങ്ങനെ എന്താണ് ഒരു പ്രത്യേക താളത്തിലാണ് കൊട്ടുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ അതുപോലെ തന്നെ കോപ്പി ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അവിടെ ഫിഡലിറ്റി ഉണ്ടെന്ന് പറയാം. നേരെ മറിച്ച് അയാൾ കൊട്ടുന്നു, ആദ്യം ഫാസ്റ്റായിട്ട് കൊട്ടുന്ന ആ ഒരു താളത്തിലല്ല നമ്മൾ കൊട്ടുന്നത്, ആ സമയത്ത് നമ്മൾ സ്ലോ ആണ്, അല്ലെങ്കിൽ ആ താളത്തിലല്ല അതേ താളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഫിഡലിറ്റി ഇല്ല. ഓക്കെ, ഹൈ ഫിഡലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എക്സാക്ട്ലി ഫോളോസ് ഇൻപുട്ട്. കൊടുക്കുന്ന ഇൻപുട്ട് പോലെ തന്നെ ആയിരിക്കും എന്ത് കിട്ടുക, ഔട്ട്പുട്ടും കിട്ടുക. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഡൈനാമിക് ഇറർ ആണ്. എന്താണ് ഡൈനാമിക് ഇറർ എന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ആൻഡ് ദ ഇൻഡിക്കേറ്റഡ് വാല്യൂ ഡ്യൂറിങ് ചേഞ്ചിങ് ഇൻപുട്ട്. അതായത് ഇൻപുട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു ടൈമിൽ ട്രൂ വാല്യൂം ആ ഇൻസ്ട്രുമെൻറ്റിൽ കാണിക്കുന്ന ആ ഇൻസ്ട്രുമെൻറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മെഷർമെൻറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനാണ് ഡൈനാമിക് ഇറർ എന്ന് പറയുന്നത്. കാരണം മേ ബി ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ് വിൽ ബി സ്ലോ. എന്താണ് ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഇൻപുട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തെർമോമീറ്റർ സ്ലോ ആയിട്ടേ റീഡിങ് കാണിക്കുകയുള്ളൂ. ഒറ്റയടിക്ക് അതെന്ത് കാണിക്കുന്നില്ല, 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണിക്കുന്നില്ല, പകരം 90 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. കാരണം എന്താണ്, തെർമോമീറ്റർ സ്ലോ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റീഡിങ് കാണിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അവ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഡൈനാമിക് ഇറർ എന്ന് പറയുന്നത്.
ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഓവർ ഷൂട്ടാണ്. എന്താണ് ഓവർ ഷൂട്ട് എന്ന് നോക്കാം. ആ നെയിം പോലെ തന്നെയാണ്. എന്താണ്? ടെമ്പററി ഔട്ട്പുട്ട് എക്സീഡിങ് ദ ഫൈനൽ സ്റ്റഡി വാല്യൂ. അതായത് ആ ഒരു ട്രൂ വാല്യൂ ഉണ്ട്, ഒരു സ്റ്റഡി വാല്യൂ ഉണ്ട്. ആ സ്റ്റഡി വാല്യൂ എന്ത് ചെയ്യും? ആദ്യമേ ആ സ്റ്റഡി വാല്യൂ കടന്നങ്ങ് റീഡിങ് പോകും. എന്നിട്ട് പതിയെ എന്താണ് ട്രൂ വാല്യൂയിലോട്ട് തിരിച്ചു വരും. അതാണ് ഓവർ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വെയിറ്റ് നോക്കുന്ന ആ മെഷീനില്ലേ, ആ മെഷീനിൽ നമ്മൾ എന്താണ് സാധാരണ നോർമലി പതുക്കെ കയറി നിൽക്കുന്നതിന് പകരം ഒരു കുട്ടിയുടെ വെയിറ്റാണ് നോക്കുന്നത്. കുട്ടി എന്താ കുറച്ച് കുസൃതിയുള്ള കുട്ടിയാണ്. കുട്ടി എന്ത് ചെയ്യുന്നു? ഈ വെയിങ് മെഷീനിൽ ചാടി അങ്ങ് കയറുവാണ്. അപ്പോൾ എന്ത് ചെയ്യും? കുട്ടിയുടെ വെയിറ്റ് ആ ചാടി കയറുന്ന ആ ടൈമിൽ എന്ത് ചെയ്യും? ആ റീഡിങ് ഒരുപാട് അങ്ങ് എക്സീഡ് ചെയ്ത് പോകും അല്ലേ? ഒരുപാട് വലിയ വാല്യൂയിലോട്ട് ആദ്യം പോകും. പിന്നെ എന്താണ്? ആ കുട്ടി സ്റ്റഡി ആകുമ്പോഴാണ് അത് തിരിച്ചെന്ത് ട്രൂ വാല്യൂയിലോട്ട് അല്ലെങ്കിൽ ആ കറക്റ്റ് വെയിറ്റ് കാണിക്കുക. അതാണ് ഓവർ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓവർ ഷൂട്ട്. ഓക്കെ. ഇപ്പോൾ ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഡാമ്പിംഗ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഡാമ്പിംഗ് എന്നൊക്കെ. നമ്മൾ ഡാംഡ് ഓസിലേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുമ്പ്. അപ്പോൾ എന്താണ് ഡാമ്പിംഗ് എന്ന് നോക്കാം. റെഡ്യൂസസ് ഓസിലേഷൻ ആൻഡ് ഓവർ ഷൂട്ട്. എന്താണ്? ഓവർ ഷൂട്ടും ഓസിലേഷൻസും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഹെൽപ്സ് ഇൻ അച്ചീവിങ് സ്റ്റഡി റീഡിങ് ക്വിക്ക്ലി. എന്താണ് ഡാമ്പിംഗ് കൊണ്ടുള്ള ഉപയോഗം? എന്താണ്? നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള ആ വാല്യൂ അല്ലെങ്കിൽ ആ റീഡിങ് എന്താണ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാമ്പിംഗ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ഒക്കെ ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ എബിലിറ്റി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഫോളോ റാപ്പിഡ് ചേഞ്ചസ് ഇൻ ഇൻപുട്ട് ആക്യുറേറ്റ്ലി ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? അതായത് നമ്മുടെ ഇൻപുട്ടിൽ റാപ്പിഡായിട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ചസ് ആക്യുറേറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ ഒരു കഴിവിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. എന്താണ്? ഫിഡലിറ്റി അല്ലേ? നമ്മൾ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതേപോലെ ഫോളോ ചെയ്ത് എന്താണ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും അല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? ഫിഡലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഫിഡലിറ്റി. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഫിഡലിറ്റി എൻഷുവേഴ്സ് ഔട്ട്പുട്ട് ഫോളോസ് ഇൻപുട്ട് വിത്തൗട്ട് ഡിസ്റ്റോർഷൻ. അടുത്ത ചോദ്യം. ടൈം ഡിലേ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് ഡാഷ്. എന്താണ്? ആ ഒരു ഡിലേ, ആ ടൈമിൽ വരുന്ന ആ ഒരു ഡിലേ എന്തിൻ്റെ? ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇടയ്ക്ക്. അതിനെന്താണ് നമ്മൾ പറയുന്നത്? ലാഗ് അല്ലേ? ഓപ്ഷൻ ബി ലാഗ് ആണ് കറക്റ്റ് ആൻസർ. ലാഗ് അറൈസസ് ഡ്യൂ ടു ഇനേർഷ്യ, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്. ലാഗ് ഉണ്ടാവാൻ കാരണം എന്തൊക്കെയാണ്? ഇനേർഷ്യ, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്. അടുത്ത ചോദ്യം. ഡൈനാമിക് ഇറർ ഒക്കേഴ്സ് വെൻ ഡാഷ്. എപ്പോഴാണ് ഡൈനാമിക് ഇറർ ഉണ്ടാവുന്നതെന്നാണ് ചോദ്യം. എപ്പോഴാണ്? ഇൻപുട്ട് ചേഞ്ചസ് വിത്ത് ടൈം അല്ലേ? സമയത്തിനനുസരിച്ച് ഇൻപുട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവൂ? ഡൈനാമിക് ഇറർ ഉണ്ടാവൂ. ഇൻപുട്ട് സ്റ്റഡി ആണെങ്കിൽ എന്താണ്? അവിടെ ഡൈനാമിക് ഇററിന് ചാൻസ് ഇല്ല. അപ്പോൾ നോക്കിക്കേ. ഡൈനാമിക് ഇറർ അറൈസസ് ഓൺലി ഡ്യൂറിങ് ടൈം വേരിയിങ് ഇൻപുട്ട്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഡ്യൂസസ് ഓവർ ഷൂട്ട്. എന്താണ്? ഈ താഴത്തെ നിന്നിരിക്കുന്നതിൽ ഏതാണ് ഓവർ ഷൂട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? പ്രോപ്പർ ഡാമ്പിംഗ് ആണ് അല്ലേ? കറക്റ്റായിട്ടുള്ള ഡാമ്പിംഗ് എന്തിനു സഹായിക്കുന്നു? ഓവർ ഷൂട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഡാമ്പിംഗ് കൺട്രോൾസ് ഓസിലേഷൻസ് ആൻഡ് ഓവർ ഷൂട്ട്. അടുത്ത ചോദ്യം. വിച്ച് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് കോസസ് ഡിസ്റ്റോർഷൻ ഓഫ് ഔട്ട്പുട്ട് വേവ് ഫോം. എന്താണ്? അതായത് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോമിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാക്കുന്ന ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ആ ഡിസ്റ്റോർഷൻ ഉണ്ടാവാൻ കാരണം അത് അതിൻ്റെ ഒരു ബേസിസ് ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഫിഡലിറ്റി അല്ലേ? എന്താണ്? ഫിഡലിറ്റി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിസ്റ്റോർഷൻ സംഭവിക്കും അല്ലേ? നോക്കിക്കേ. പുവർ ഫിഡലിറ്റി കോസസ് വേവ് ഫോം ഡിസ്റ്റോർഷൻ. അടുത്ത ചോദ്യം. ഓവർഷൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ഡാഷ്. എന്താണ്? ഓവർഷൂട്ടിൻ്റെ ആ ഒരു ഡെഫിനിഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതായിട്ടാണ് ബന്ധമുള്ളതെന്നാണ് ചോദ്യം. ഏതാണ്? എക്സസ് ഇനിഷ്യൽ ഡിഫ്ലക്ഷൻ അല്ലേ? ആദ്യമേ ഉണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള ആ ഒരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് ഓവറായിട്ട് കാണിക്കുന്ന ആ ഒരു റീഡിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? ഓവർഷൂട്ട് എന്ന് പറയുന്നത്. ഓവർഷൂട്ട് ഈസ് ടെമ്പററി എക്സസ് ബിയോണ്ട് ഫൈനൽ സ്റ്റഡി വാല്യൂ. ഫൈനൽ സ്റ്റഡി വാല്യൂവിനെ ബിയോണ്ട് മറികടന്ന് പോകുന്ന ആ ഒരു ടെമ്പററി ആയിട്ടുള്ള റീഡിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? ഓവർഷൂട്ട് എന്ന് പറയുന്നത്.
അടുത്ത ചോദ്യം, ദ മെയിൻ കോസ് ഓഫ് ലാഗ് ഇൻ എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡ്യൂ ടു ഡാഷ്. എന്താണ്? അതായത് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ലാഗ് വരാനുള്ള പ്രധാന കാരണം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഇനേർഷ്യ ഓഫ് മൂവിങ് പാർട്സ്. എന്താണ്? ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മൂവിങ് പാർട്സിനുണ്ടാവുന്ന ഇനേർഷ്യയാണ് എന്തിന് കാരണം? ലാഗിന് കാരണം. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ലാഗ് ഒക്കേഴ്സ് ബിക്കോസ് മെക്കാനിക്കൽ പാർട്സ് ഓർ ഇലക്ട്രിക്കൽ എലമെൻറ്റ്സ്, ഏതാണ്? കപ്പാസിറ്റൻസ് ഓർ ഇൻഡക്റ്റൻസ്, കനോട്ട് റെസ്പോണ്ട് ഇൻസ്റ്റൻറ്റേനിയസ്ലി. അത് കാരണമാണ് എന്തുണ്ടാവുന്നത്? ലാഗ് ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് ഇൻഡിക്കേറ്റ്സ് ദ ടൈം ടേക്കൺ ബൈ ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു റീച്ച് സ്റ്റഡി വാല്യൂ. എന്താണ്? അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിന് സ്റ്റഡി വാല്യൂ കാണിക്കാൻ എടുക്കുന്ന ആ ഒരു ടൈം, ആ ഒരു ഡ്യൂറേഷൻ, അത് ഏത് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? സ്പീഡ് ഓഫ് റെസ്പോൺസ് അല്ലേ. നോക്കിക്കേ, സ്പീഡ് ഓഫ് റെസ്പോൺസ് മെഷേഴ്സ് ഹൗ ക്വിക്ക്ലി ദ ഇൻസ്ട്രുമെൻറ്റ് സെറ്റിൽസ് ആഫ്റ്റർ എ ചേഞ്ച് ഇൻ ഇൻപുട്ട്. അതായത് ഇൻപുട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റിലാവുന്നത് അല്ലെങ്കിൽ ആ സ്റ്റഡി വാല്യൂവിൽ എത്തുന്നത് എന്ന് കാണിക്കുന്നതാണ് എന്ത്? സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡൈനാമിക് ഇറർ ഈസ് സീറോ വെൻ ഡാഷ്. എന്താണ്? ഡൈനാമിക് ഇറർ സീറോ ആയിട്ട് വരുന്ന സിറ്റുവേഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഇൻപുട്ട് ഈസ് കോൺസ്റ്റൻ്റ് അല്ലേ. ഇൻപുട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻപുട്ട് എന്താണ് ടൈം അനുസരിച്ച് ചേഞ്ച് ആവുന്നില്ല, ആ ഒരു സിറ്റുവേഷനിൽ ഡൈനാമിക് ഇറർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. നോക്കിക്കേ, ഡൈനാമിക് ഇറർ ഒക്കേഴ്സ് ഓൺലി വെൻ ഇൻപുട്ട് വേരീസ് വിത്ത് ടൈം. ഫോർ കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് നോ ഡൈനാമിക് ഇറർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇംപ്രൂവ്സ് ദ ഫിഡിലിറ്റി ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫിഡിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? റെഡ്യൂസിങ് ലാഗ് അല്ലേ. ലാഗ് കുറയ്ക്കുന്നത് വഴി എന്ത് സംഭവിക്കുന്നു? ഫിഡിലിറ്റി ഇംപ്രൂവ് ആവുന്നു അല്ലേ. നോക്കിക്കേ, ലോവർ ലാഗ് അലോസ് ഔട്ട്പുട്ട് ടു ഫോളോ ഇൻപുട്ട് വേവ് ഫോം മോർ ആക്യുറേറ്റ്ലി, സോ ഹയർ ഫിഡിലിറ്റി. ഇൻക്രീസിങ് ഡാമ്പിങ് എന്തിൻ്റെ ഒരു ഇതായിട്ടാണ് വരുന്നത്? ഓവർഷൂട്ട് കുറയ്ക്കാനാണ് ഇൻക്രീസിങ് ഡാമ്പ് കൊണ്ട് പറ്റുക അല്ലേ. അടുത്ത ചോദ്യം, എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഷോസ് ഓസിലേഷൻ ബിഫോർ റീച്ചിങ് സ്റ്റഡി റീഡിംഗ്. ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്ത് ചെയ്യുന്നു? സ്റ്റഡി റീഡിംഗ് എത്തുന്നതിന് മുമ്പ് കുറച്ച് ഓസിലേറ്റ് ചെയ്യുന്നു. അതിന് ആ ഒരു എഫക്റ്റിന് പറയുന്ന എന്താണെന്നാണ് ചോദ്യം. എന്താണ്? ഓവർഷൂട്ട് അല്ലേ. നോക്കിക്കേ, ഓവർഷൂട്ട് ഒക്കേഴ്സ് വെൻ ഔട്ട്പുട്ട് ടെമ്പററിലി എക്സീഡ് ദ ഫൈനൽ സ്റ്റഡി വാല്യൂ. ഇത് കുറയ്ക്കാനാണ് എന്ത് സഹായിക്കുന്നത്? ഡാമ്പിങ് സഹായിക്കുന്നത് അല്ലേ. ഡാമ്പ് ചെയ്താൽ എന്ത് കുറയും? ഓവർഷൂട്ടും ഓസിലേഷൻസും കുറയും. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്. എന്താണ്? ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും കൂടെ മിക്സ് ചെയ്ത് തന്നേക്കുന്നു, അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതാണ്? ഫിഡിലിറ്റിയാണ് അല്ലേ. ബാക്കിയെല്ലാം എന്താണ്? സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക് ആണ്. അടുത്ത ചോദ്യം, ലാഗ് ഇൻ ആൻ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഡാഷ്. എന്താണ്? ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലാഗ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വഴിയിലൂടെയാണെന്നാണ് ചോദ്യം. എന്താണ്? റെഡ്യൂസിങ് ഇനേർഷ്യ അല്ലേ. ഇനേർഷ്യ കുറയ്ക്കുന്നത് വഴി എന്തും കുറയ്ക്കാം നമുക്ക്? ലാഗും കുറയ്ക്കാം. നോക്കിക്കേ, ലോവർ ഇനേർഷ്യ, ഫാസ്റ്റർ റെസ്പോൺസ്, റെഡ്യൂസ്ഡ് ലാഗ്. അടുത്ത ചോദ്യം, വിച്ച് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈൽ മെഷറിംഗ് റാപ്പിഡ്ലി വേരിയിങ് സിഗ്നൽസ്. എന്താണ്? റാപ്പിഡായിട്ട് വേരി ചെയ്യുന്ന സിഗ്നൽസ് മെഷർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഫിഡിലിറ്റി ആണ്. നോക്കിക്കേ, ഫോർ റാപ്പിഡ്ലി ചേഞ്ചിങ് ഇൻപുട്സ് ദ ഔട്ട്പുട്ട് മസ്റ്റ് ഫോളോ വേവ് ഫോം ഷേപ്പ് കറക്റ്റ്ലി. എന്താണ്? അതാണ് എന്തെന്ന് പറയുന്നത്? ഫിഡിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഇൻപുട്ട് അനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് ഒരു ഡിസ്റ്റോർഷൻ കൂടാതെ എന്ത് ചെയ്യണം? അതേ വേവ് ഫോമിൽ അതേ ഷേപ്പൊന്നും മാറാതെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അതാണ് എന്തെന്ന് പറയുന്നത്? ഫിഡിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് റെസ്പോൺസ് ക്വിക്ക്ലി ബട്ട് ഓവർഷൂട്ട് എക്സസീവ്ലി റിക്വയർസ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഡാഷ്. എന്താണ്? അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റ് അത് ക്വിക്കായിട്ടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നു? എക്സസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഓവർഷൂട്ട് ചെയ്യുന്നു. അതിന് ആ ഇൻസ്ട്രുമെൻറ്റിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അത് എന്ത് ചെയ്താൽ എന്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാരണം ഈ ഒരു ഡിഫക്റ്റ് കുറയ്ക്കാമെന്നാണ് ചോദ്യം. എന്താണ്? ഡാമ്പിങ് അല്ലേ. ഡാമ്പ് ചെയ്താൽ എന്ത് കുറയ്ക്കാൻ പറ്റും? ഓവർഷൂട്ട് കുറയ്ക്കാൻ പറ്റും അല്ലേ. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, പ്രോപ്പർ ഡാമ്പിങ് റെഡ്യൂസസ് ഓസിലേഷൻസ് ആൻഡ് ഓവർഷൂട്ട്.
ഇനി ഓർത്തിരിക്കേണ്ട കുറച്ച് വൺ വേർഡായിട്ട് ഞാൻ ഇവിടെ ഷോർട്ടാക്കി കൊടുത്തേക്കുന്നതേ ഉള്ളൂ. നോക്കിക്കേ, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർമ്മ വരണം എന്താണ്, ടൈം വേരിയിങ് ആണ് അല്ലേ. ഇൻപുട്ട് എന്ത് ചെയ്യുന്നു, ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഷേപ്പ് ആക്യുറസി, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് ഒരു ചേഞ്ചും കൂടാതെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഫിഡലിറ്റി എന്ന് പറയുന്നത്. ലാഗ് എന്ന് പറഞ്ഞാൽ ഡിലേ ആണ് അല്ലേ. ഓവർഷൂട്ട് എന്താണ്, ടെമ്പററി എക്സസ്, എന്താണ് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്ത് ആദ്യമേ ആ വാല്യൂ പോകുന്നു, പിന്നീട് സ്റ്റഡി വാല്യൂ കാണിക്കുന്നത്, അതാണ് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ഓർത്തിരിക്കേണ്ട ഈ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് ഓർത്തിരിക്കണം. എന്താണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫൈൻ ഇൻസ്ട്രുമെൻറ്റ് ബിഹേവിയർ അണ്ടർ ടൈം വേരിയിങ് ഇൻപുട്ട് കണ്ടീഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് എറേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. അപ്പോൾ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എക്സാമിൻ്റെ 3rd വീഡിയോ ആണിത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്